First Samuel chapter 2. First Samuel chapter 2. 1 ശമൂവേൽ 2:7-8 വാക്യങ്ങൾ ദൈവം സംസാരിക്കുന്നു. Can you please read it? First Samuel chapter 2 verse 7 and 8. 1 ശമൂവേൽ 2:7-8 വാക്യങ്ങൾ. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. Read together. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. Thank you so much, Pastor Christy. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. അവൻ താഴ്ത്തുകയും അവൻ ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുവാനും മഹിമധനം അവകാശമായി നൽകുവാനും തന്നെ. ദൈവത്തിന് ഒരുവനെ ഉയർത്തുവാൻ കഴിയും, ദൈവത്തിന് ഒരുവനെ താഴ്ത്തുവാൻ കഴിയും. പറഞ്ഞ്, ദൈവത്തിന് ഉയർത്താൻ കഴിയും, ദൈവത്തിന് ഉയർത്താൻ കഴിയും, ദൈവത്തിന് താഴ്ത്തുവാൻ കഴിയും, ദൈവത്തിന് താഴ്ത്തുവാനും കഴിയും. അതുകൊണ്ട് എൻ്റെ ഈ മെസ്സേജിനകത്ത് എനിക്ക് പ്രാരംഭമായി നിങ്ങളെ അറിയിപ്പാനുള്ളത്, ദൈവത്തെ ഭയപ്പെടുക, ആമേൻ. ദൈവ സാന്നിധ്യത്തെ ബഹുമാനിക്കുക, നമ്മുടെ കർത്താവിനെ ജീവന് തുല്യമായി സ്നേഹിക്കുക. അവനൊരുത്തനെ ഉയർത്തുവാനും മറ്റൊരുത്തനെ താഴ്ത്തുവാനും കഴിയും. അവന് ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുവാനും അഗതിയെ കുപ്പയ്ക്കകത്ത് നിന്ന് ഉയർത്തുവാനും പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുവാനും കഴിയും. ഒരു ചുറ്റിയൽ ഒരു പണിയായുധവുമായി നടന്നവനെ 4 സൈറ്റുകളുടെ കോൺട്രാക്ടറാക്കി മാറ്റാനും ദൈവത്തിന് കഴിയും. ഞാൻ ഈ കർത്താവിനെ ഭയപ്പെടുന്നു, ഞാൻ അവന്റെ സാന്നിധ്യത്തെ ബഹുമാനിക്കുന്നു, ഞാൻ അവന്റെ സ്നേഹത്തിന്റെ മുൻപിൽ എന്നെ തന്നെ കൊടുക്കുന്നു. ഇതിനൊരു ഉത്തമ ഉദാഹരണം 2-3 കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവന് 7000 ആടും 3000 ഒട്ടകവും 500 കാളയും, എന്ന് വെച്ചാൽ 1000 കാളയും 500 പെൺകഴുതയും 1000 പെൺകഴുതയും മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ ദിഗ്വാസികളിലും മഹാനായിരുന്നു. 7000 ആട്, 3000 ഒട്ടകം, 5000 കാള, 500 കാള, 500 കഴുത. ഇങ്ങനെ ഇയ്യോബ് ഭയങ്കര മഹാനായി വാണിരുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ വരുമ്പോ ഇയ്യോബിന്റെ പ്രൗഢി, ഇയ്യോബിന്റെ മഹത്വം നാം മനസ്സിലാക്കുന്ന ഒരു ഭാഗമാണ് 29-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യം. അന്ന് ഞാൻ എൻ്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി, പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു. ഞാൻ പുറപ്പെട്ട് പട്ടണത്തിൽ പടിവാതിക്കൽ ചെന്ന് വിശാല സ്ഥലത്തെന്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും, പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ് പൊത്തും. ഒരു മനുഷ്യൻ എത്രത്തോളം മാനിക്കപ്പെടാമോ, എത്രത്തോളം ഉയർത്തപ്പെടാമോ, അത്രത്തോളം ഉയർന്ന മാന്യത അനുഭവിച്ച വ്യക്തിയാണ് ഇയ്യോബ്. തന്റെ ഭൗതിക നന്മകൾ തന്നെ വളരെ വലുതായിരുന്നു. 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 കഴുത. ഇങ്ങനെ സമ്പന്നതയിൽ, മാനുഷികമായി പറഞ്ഞാൽ ഭൗതിക അനുഗ്രഹത്തിൽ വസിച്ച മനുഷ്യനായിരുന്നു ജോബ്. ദൈവത്തിന് ഒരുത്തനെ ഉയർത്തുവാനും ഉയർന്നവനെ താഴ്ത്തുവാനും കഴിയും. എന്നാൽ യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പരീക്ഷയാൽ
സൈറ്റനിക് അറ്റാക്കിനാൽ ജോബിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി. അവനൊരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെ താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. 7000 ആടുള്ളവൻ, 3000 ഒട്ടകമുള്ളവൻ, 500 കാളയുള്ളവൻ, 500 കഴുതയുള്ളവൻ, ദാസീദാസന്മാരുള്ളവൻ, മക്കളുള്ളവൻ, എല്ലാമുള്ളവൻ, എല്ലാമായവൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒന്നുമല്ലാത്തവനായി മാറി. ഒരു ഓട്ട് കഷ്ണം മാത്രം കയ്യിൽ പിടിച്ച് വ്രണം ചുരുണ്ടുന്ന ഒരു ജോബിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതെ, ദൈവത്തിന് ഉയർത്താനും താഴ്ത്താനും കഴിയും. എന്നാൽ ഇതേ ജോബ് ആ പരീക്ഷകളിൽ വിജയം കൈവരിച്ച് ജീവനുള്ള ദൈവത്തെ തള്ളിക്കളയാതെ, തിരസ്കരിക്കാതെ, തന്റെ സ്വന്തം ഭാര്യ തന്റെ അരികിൽ വന്ന്, നിങ്ങൾ ഇനിയും എന്തിന് ഈ ദൈവത്തെ സേവിക്കുന്നു, നിങ്ങൾ ഇനിയും എന്തിന് പ്രാർത്ഥിക്കുന്നു, ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്യൂ എന്ന് സ്വന്തം ഭാര്യ ജോബിനോട് പറയുമ്പോൾ ജോബ് തന്റെ ഭാര്യയോട് പറഞ്ഞു, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെയാണ് എന്നോട് സംസാരിക്കുന്നത്. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. എല്ലാമായവൻ ഒറ്റ നിമിഷം കൊണ്ട് ഒരു ഓട്ട് കഷ്ണം മാത്രം കയ്യിൽ പിടിച്ച് വിറം ചുരണ്ടിക്കൊണ്ടിരുന്ന മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോകാതെ, പ്രാർത്ഥനയിൽ നിന്ന് അകലാതെ, പിറുപിറുപ്പില്ലാതെ, പല ചലഞ്ചുകൾ തന്റെ മുമ്പിൽ വന്നിട്ടും വിശ്വാസത്തിന് വേണ്ടി ഈ മനുഷ്യൻ വില കൊടുത്തതിനാൽ ജോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്നു, ജോബ് 42:12, ഇയ്യോബിന്റെ പിൽക്കാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും, അവന് എല്ലാം ഇരട്ടിയായി. അവന് 14,000 ആടും, 6,000 ഒട്ടകവും, 7,000 കാളയും, 1000 പെൺകഴുതയും ജോബിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അവന് പുത്രന്മാരുണ്ടായി, നന്മകളുണ്ടായി, അനുഗ്രഹങ്ങളുണ്ടായി. ഞാൻ പറയട്ടെ, ഒന്നുമല്ലാത്തവനെ എല്ലാമാക്കാനും, എല്ലാമായവനെ ഒന്നും അല്ലാത്തവനാക്കാനും, ഓരോട്ട് കഷ്ണം മാത്രം കയ്യിൽ കൊണ്ടിരുന്നവനെ പിൽക്കാലത്തെക്കാൾ അധികം അനുഗ്രഹിക്കാനും, ഉയർത്താനും താഴ്ത്താനും എന്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് ഉയർത്താൻ കഴിയും, ദൈവത്തിന് താഴ്ത്താൻ കഴിയും, ദൈവത്തിന് മാനിക്കാൻ കഴിയും. വേദപുസ്തകത്തിനകത്ത് അഹരോൻ എന്ന് പറയുന്ന മനുഷ്യൻ, സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ സംഖ്യയുടെ പുസ്തകം 17-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, അഹരോന്റെ വടി തളിർത്തു. സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗ്രഹത്തിലുള്ള അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചു. ഒറ്റ രാത്രി കൊണ്ട്, 5 കൊല്ലം കൊണ്ട് നടക്കേണ്ട ഒരു പ്രോസസ്. നമ്മുടെ നാട്ടിലെ ബദാമിനെ കുറിച്ചല്ല ഈ പറയുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ബദാം വൃക്ഷമുണ്ട്. ഇത് യഥാർത്ഥമായ ബദാം വൃക്ഷത്തെ കുറിച്ചാണ്. പല രാജ്യങ്ങളിലും സന്ദർശിക്കുമ്പോൾ ഈ വൃക്ഷം കാണാനും, പ്രത്യേകിച്ച് കാലിഫോർണിയ എന്ന് പറയുന്ന സ്ഥലത്ത് ബേക്കേഴ്സ് ഫീൽഡ് എന്നൊരു സ്ഥലമുണ്ട്. ബേക്കേഴ്സ് ഫീൽഡ് കാലിഫോർണിയയിൽ ഞങ്ങൾ ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ ബദാം വൃക്ഷങ്ങളുടെ കൂട്ടവും, ആ ബദാം വൃക്ഷത്തിൽ നിന്ന് ആ ബദാമിന്റെ ഫലം എടുക്കുന്നതും, നമുക്ക് ആ പൊഴിഞ്ഞു വീഴുന്ന ബദാം പൊട്ടിച്ചത് കഴിക്കാൻ ഞങ്ങൾ കാശ്മീരിൽ പോയപ്പോഴും ഞങ്ങളത് അവിടുന്ന് വാങ്ങിച്ചു. ഞാൻ അന്ന് കാലിഫോർണിയയിൽ ബേക്കേഴ്സ് ഫീൽഡിൽ ഈ ബദാമിന്റെ തോട്ടത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ആ തോട്ടക്കാരനോട്, ആ ആഫ്രിക്കക്കാരനായ അമേരിക്കക്കാരനോട് ഞാൻ ചോദിച്ചു, എത്ര വർഷം എടുക്കും ഈ ബദാം കായ്ക്കുവാൻ? ആ മനുഷ്യൻ പറഞ്ഞു, 4 മുതൽ 5 വർഷം വരെ എടുക്കും ഇത് പൂവിടാൻ. 5 വർഷം മുതൽ 7 വർഷം വരെ എടുക്കും ഇത് യഥാർത്ഥമായി ഫലം തരാൻ. ഇത് പൂവിടാൻ, പൂക്കാൻ 4 മുതൽ 5 വർഷം വരെ എടുക്കുമെങ്കിൽ 5 വർഷം കൊണ്ട് നടക്കേണ്ട ഒരു പ്രോസസ്സാണ് ഒറ്റ രാത്രി കൊണ്ട് ദൈവം ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് എന്റെ അകത്ത് കർത്താവ് ഇങ്ങനെ സംസാരിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ ഡിലേ ആകുന്ന ചിലത്, നിന്റെ ജീവിതത്തിൽ വൈകുന്ന ചിലത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ അത് പൊട്ടിമാറി പോകട്ടെ.
ഒരു പക്ഷേ നിന്റെ മാരേജ് ആയിരിക്കാം, നിന്റെ സാമ്പത്തികമായിരിക്കാം, നിന്റെ സൗഖ്യമായിരിക്കാം, നിന്റെ ആരോഗ്യമായിരിക്കാം, നിന്റെ ഭർത്താവിന്റെ മാനസാന്തരമായിരിക്കാം, നിന്റെ കുടുംബത്തിന്റെ വിടുതലായിരിക്കാം, നിന്റെ ശുശ്രൂഷയായിരിക്കാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആ ഡിലേ ആകുന്നത് ബ്രേക്ക് ആകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വൈകുന്നുണ്ടോ? ഇതെന്റെ ചോദ്യമല്ല, എന്റെ അകത്തിരുന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കാൻ പറയുന്നു. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വൈകുന്നുണ്ടോ? എന്തെങ്കിലും വൈകിയതുപോലെ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ലേറ്റ് ആകുന്നത് പോലെ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഡിലേ ആകുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, in the mighty name of Jesus, I break it right now. Holy Spirit, 5 കൊല്ലം കൊണ്ട് സംഭവിക്കേണ്ടത് ഒറ്റ രാത്രി കൊണ്ട് ആ ബദാമിന്റെ വടി തളിർത്തു, അത് പൂത്തു. 7 കൊല്ലം കൊണ്ട് നടക്കേണ്ടത് ഒറ്റ രാത്രി കൊണ്ട് ഫലം കായ്ച്ചു, ഫലം കായ്ച്ചു, ഫലം കായ്ച്ചു. ഫലമില്ലെന്ന് പറയുന്ന, എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്കതിൽ ഫലം കാണാൻ കഴിയില്ലെന്ന് പറയുന്ന ആ വിഷയത്തെ നോക്കി ആത്മാവ് പ്രവചിക്കുന്നു. You are going to see the fruit. You're going to see the fruit. Hallelujah. Listen, എന്റെ മെസ്സേജ് ദൈവം എന്നോട് സംസാരിക്കാൻ പറഞ്ഞതിലേക്ക് ഞാൻ വരികയാണ്. ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന് ഒരു കമ്പ്, ഒരു ബദാമിന്റെ ഒരു കമ്പിനെ ഒറ്റ രാത്രി കൊണ്ട് തളിർപ്പിച്ച് വലുതാക്കി പൂവിടിയിപ്പിച്ച് ഫലം കൊടുക്കാൻ ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന് കഴിഞ്ഞു. അപ്പൊ ദൈവത്തിന് ഒറ്റ രാത്രി കൊണ്ട് ഫലമില്ലാത്തതിന് ഫലം കൊടുക്കാൻ കഴിഞ്ഞു, തളിർപ്പില്ലാത്തതിന് തളിർപ്പ് കൊടുക്കാൻ കഴിഞ്ഞു, പൂവില്ലാത്തതിൽ പൂവിടിക്കാൻ കഴിഞ്ഞു. എന്നാൽ അതേ ദൈവം വേഷത്തിൽ മനുഷ്യനായി താണഭൂമിയിലേക്ക് വന്നപ്പോൾ മർക്കോസ് 11:20 മർക്കോസ് 11:20 എഴുതിയിരിക്കുന്നു, അവൻ ആ അത്തിവൃക്ഷത്തെ നോക്കി, ആ അത്തിയിൽ, മർക്കോസ് 11:20, അവൻ ആ അത്തിവൃക്ഷത്തിലെ നോക്കി, അത്തിയിൽ ഫലമില്ലായകയാൽ അത് വേരോടെ അവന്റെ വാക്കിന്റെ മുൻപിൽ ഉണങ്ങിപ്പോയി. ഒരു ഉണങ്ങിയ കമ്പിനെ ഒറ്റ രാത്രി കൊണ്ട് ഇലയുള്ളതാക്കാൻ അവന് കഴിയും. ഇലയുള്ളതിനെ ഒറ്റ ദിവസം കൊണ്ട് ഉണക്കിക്കളയാനും അവന് കഴിയും. Are you believing this, God? Thank you, precious Holy Spirit. Thank you, precious Holy Spirit. അവൻ ഒരുത്തനെ ഉയർത്തുകയും മറ്റൊരുത്തനെ താഴ്ത്തുകയും ചെയ്യുന്നു. അവൻ അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, അവൻ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്നു. ജോബേ, എല്ലാമുള്ള നിന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് നീ ഒന്നുമല്ലാത്തവനായി, ഒന്നുമല്ലാതായി പോയ നിന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം ഉള്ളവനാക്കി. അഹരോനെ, നിന്റെ വടിയെ ഒറ്റ രാത്രി കൊണ്ട് അവൻ തളിർപ്പിച്ചു. അതേ ദൈവം ഈ ഭൂമിയിൽ വന്ന് തളർത്തു നിന്ന ഫലമില്ലാത്ത ആ വൃക്ഷത്തെ ഒറ്റ ദിവസം കൊണ്ട് ഉണക്കി ദൂരെ കളഞ്ഞു. ഈ ദൈവത്തെ ഭയപ്പെടുക, ഈ ദൈവത്തെ ഭയപ്പെടുക, ഈ ദൈവത്തെ സ്നേഹിക്കുക, ഈ കർത്താവിൽ വിശ്വസിക്കുക. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ദി ലോർഡ്. ആമേൻ. സർവശക്തനായ ദൈവത്തിന് എന്റെ ജീവിതത്തിലും ഇത് ചെയ്യാൻ കഴിയും. ഒന്നുമല്ലാത്ത എന്നെ എല്ലാമാക്കാനും, എല്ലാമായെന്നും പറഞ്ഞ് അഹങ്കരിക്കുന്ന ചിലതിനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒന്നും അല്ലാതാക്കാനും എന്റെ ദൈവത്തിന് കഴിയും. കഴിയും. ഹല്ലേലൂയ.
I'm feeling the presence of the Lord. പറഞ്ഞേ, അപ്പാ ഞങ്ങളോട് കരുണയുണ്ടാകണം. Lord, I am asking for your mercy. You are a great God. You are a powerful God. 102-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, Psalms 102 and word 13, നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കുകയും അവളോട് കൃപ കാണിക്കാനുള്ള കാലം, അതെ, അതിനുള്ള സമയം വന്നിരിക്കുന്നു. For the time to favor, yeah, the set time is come. Set time, set time. The Lord Almighty is set your time. He set your time. അലാറം വെച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ചില ദിവസങ്ങളിൽ മഴക്കാലത്ത് നല്ല മഴക്കോളുള്ളപ്പോൾ രാവിലെ ആയ നമ്മൾ അറിയത്തില്ല, അല്പം ഇരുട്ടായിരിക്കും. മറ്റ് രാജ്യങ്ങളിലൊക്കെ, യൂറോപ്പ് പോലത്തെ രാജ്യങ്ങളിലൊക്കെ സൂര്യൻ നേരത്തെ ഉദിക്കും, വൈകി അസ്തമിക്കും. പക്ഷെ സൂര്യൻ എത്ര നേരത്തെ ഉദിച്ചാലും എത്ര വൈകി അസ്തമിച്ചാലും നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ മഴക്കോള് കാരണം ഇരുട്ടാണെങ്കിലും ഉദിച്ചു നിൽക്കുന്ന ഉദയസൂര്യനാണെങ്കിലും നീ ഏത് ടൈമിലാണോ അലാറം സെറ്റ് ചെയ്തത്, അതിന് മഴയൊരു വിഷയമല്ല, അതിന് ക്ലൈമറ്റ് ഒരു വിഷയമല്ല. സെറ്റ് ടൈമിൽ അത് അടിച്ചിരിക്കും. സെറ്റ് ടൈമിൽ അത് അടിച്ചിരിക്കും. ഇതുപോലെ ഞാൻ ആത്മതലത്തിൽ നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ, ദൈവത്തിന് നിന്നെ മാനിക്കാൻ, കർത്താവിന് നിന്നെ ഉയർത്താൻ, നിന്റെ ഭവനത്തെ വിടുവിക്കാൻ എന്റെ ദൈവം ഒരു ടൈം സെറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഇതിന് തൊട്ടു പുറകിലുള്ള ഓവർഫ്ലോ റൂമിനകത്ത് ഒരു മകനോടുള്ള ബന്ധത്തിൽ ആ കുഞ്ഞുമായിരിക്കുന്ന അമ്മയോട് കർത്താവ് അറിയിക്കുകയാണ് ഈ സത്യം. Your time has come. നിന്റെ ടൈം വന്നിരിക്കുകയാണ്. Your time has come. നിന്റെ സമയം വന്നിരിക്കുകയാണ്. ഞാൻ എഴുന്നേറ്റ് അവളോട് കരുണ കാണിക്കും. For the time to favor. For the time to favor. The time is organized. The time is set in heaven. സ്വർഗത്തിൽ നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം ഒരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൂചിയെ തിരിക്കാൻ ഒരു പിശാചിനും, ഒരാഭിചാരത്തിനും, ഒരസൂയക്കാരനും, ഒരു ശക്തിക്കും, ഒരു അന്യായ പ്രാർത്ഥനക്കാരനും സാധ്യമല്ല. There's a set time. I completely believe that. നിന്റെ അപ്പത്തെ നീ വെള്ളത്തിന്റെ മേൽ എറിയുക, സമയം തെറ്റുകയില്ല. അത് വൈകിയാലും വരും നിശ്ചയം. ആരോടോ കർത്താവിന്റെ ആത്മാവ് അറിയിക്കുന്നു, സമയം നിന്നോട് പറഞ്ഞ ദൂത്, നിന്റെ കുടുംബത്തോട് പറഞ്ഞ ദൂത്, നിന്റെ സഭയോട് പറഞ്ഞ ദൂത്, ആ ടൈം തെറ്റുകയില്ല. ഞാൻ കാറ്റ് കാണത്തില്ല, ഒരു പക്ഷെ മഴ കാണത്തില്ല, പക്ഷെ താഴ്വര വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കും. ഞാൻ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. അത് അവളോട് കൃപ കാണിക്കാനുള്ള കാലം പറഞ്ഞേ, സമയം വന്നിരിക്കുന്നു. My time has come. എന്റെ സമയം വന്നിരിക്കുന്നു. ഇതൊന്ന് പറഞ്ഞേ പരിശുദ്ധാത്മ പറയുന്ന ഒന്ന് ഉറക്കെ പറയാൻ, എന്റെ സമയം, my time has come. ഓൺലൈനിൽ കാണുന്നവർ ടൈപ്പ് ചെയ്തേ my time has come. I am prophesying over you, your time has come. നിന്റെ സമയം വന്നിരിക്കുന്നു.
ബൈബിളിൽ പറയുന്നു, നിന്റെ അപ്പത്തെ നീ വെള്ളത്തിന്റെ മേലെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നീ അത് ആത്മതലത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, വൈകിയാലും വരും നിശ്ചയം. സമയം തെറ്റുകയില്ല, സമയം തെറ്റുകയില്ല. I'm feeling the anointing. The Lord is touching her right now. Holy Spirit. Listen to me. Sit. Never give up. Never give up. എറണാകുളം ജീസസ് ഈസ് അലൈവ് ചർച്ചിനോട്, എൽ ഷദായ് മിനിസ്ട്രിയോട് പരിശുദ്ധാത്മാ പറഞ്ഞ ആലോചനകൾ, നിങ്ങളുടെ കുടുംബത്തോട് പറഞ്ഞ ആലോചനകൾ, ദേശത്തോട് പറഞ്ഞ ആലോചനകൾ, ഒത്തിരി ഡിസ്കറേജിങ് ഫാക്ടേഴ്സ് നിങ്ങളുടെ മുമ്പിൽ വരാം. പലരും ശ്രമിക്കാം, പക്ഷേ ദൈവം സെറ്റ് ചെയ്ത ടൈം. ദൈവം സെറ്റ് ചെയ്ത ടൈമിൽ ആ പ്രോഗ്രാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കണമെങ്കിൽ കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞ പ്രവചനമല്ല ആക്ടിവേറ്റഡ് ആകുന്നത്, ദൈവത്തറിഞ്ഞ പ്രവചനമായിരിക്കും. My God, uncle, your God never fails. Your God never fails. What do you believe? You are going to see your own eyes. നീ എന്ത് വിശ്വസിക്കുന്നോ നീ അത് കാണാൻ പോവുകയാണ്. പറഞ്ഞ ആ ടൈം സെറ്റഡ് ആണ്, അത് സെറ്റാണ്. The set time is come. ദൈവം നിനക്ക് വേണ്ടി സെറ്റ് ചെയ്ത ആ ടൈം. എന്റെ മക്കള് സ്നാനപ്പെട്ടിട്ടില്ല, എന്റെ ഹസ്ബൻഡ് സ്നാനപ്പെട്ടിട്ടില്ല. നിന്റെ ഹസ്ബൻഡിന്റെ ബാപ്റ്റിസം ഏതോ ഒരു ബുധനാഴ്ച, ഏതോ ഒരു വെള്ളിയാഴ്ച, ഏതോ ഒരു ശനിയാഴ്ച, അതിന്റെ ടൈം സെറ്റഡ് ആണ്. ആ ടൈം തെറ്റുകയില്ല. That will come. That will come. Your job, your children education, your marriage, your marriage. നിന്റെ കല്യാണം ഇത്രാം തീയതി, ഇത്രാം ദിവസം, ഇന്ന സ്ഥലത്ത്, ഇന്നിടത്ത്, ഇത്ര മണിക്ക്, ഇന്നാരുടെ നേതൃത്വത്തിൽ നടക്കുന്നൊരു ടൈം സെറ്റഡ് ആണ്. അതിനെ പൊളിക്കാൻ ഒരു പിശാചിനും കഴിയുകയില്ല. Just believe. My time has come. Yeah, I'm feeling the anointing. Ba. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy. I want to read one word. That word is the Lord revealing me. And the Spirit of the Lord is really provoking me to read it. Joshua. Word 3 and 7. I'm feeling that. എനിക്കത് എന്റെ വിഷയം അതല്ല, പക്ഷെ ഞാൻ കയറുകയാണ്, വേറെ ഏതിലോട്ടോ കയറുകയാണ്. യഹോവ ജോഷുവയോട്, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണെ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. This day, can you please say that word? This day, I begin to magnify you in the sight of all Israel. This
This day, your time has come. Your time has come. Your time has come. In the name of Jesus. I'm feeling the anointing. I want to do something. Ba, 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 ba. ഞാൻ മോശയുടെ കൂടെ ഇരുന്നത് പോലെ. ജോഷുവ, യു ആർ വെരി യങ്. നീ ചെറുപ്പക്കാരനാണ്. മോശയെ ഓണർ ചെയ്തതുപോലെ ഇവർക്ക് അങ്ങോട്ട് ജോഷുവായി ഓണർ ചെയ്യാൻ പറ്റുന്നില്ല. മോശയെ കാണുന്നത് പോലെ ഇവർക്ക് ഈ ചെറുക്കനെ അങ്ങോട്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഇടയ്ക്കൊക്കെ ചില പൊട്ടിത്തെറികളും ചില പിറുപിറുപ്പും ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഡോണ്ട് വറി ജോഷുവ, ഡോണ്ട് വറി. ദിസ് ഡേ യുവർ ടൈം ഹാസ് കം. ദൈവം നിന്നെ ഉയർത്താൻ, ചിലര് കാണുക നിന്നെ ഉയർത്താൻ ഒരു ദിവസം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, I'm prophesying over you. I'm prophesying over you. സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ that will happen very soon. Thank you, Holy Spirit. Can you please say that word? Thank you, Holy Spirit. Sit. അവരെല്ലാം അറിയേണ്ടതിന്. ദൈവത്തിന് എന്തിനാ അങ്ങനെ അറിയിക്കേണ്ട കാര്യം? 2 Samuel 22 word 49. 2 വാക്യങ്ങൾ ഞാൻ വായിപ്പിക്കുകയാണ് because of time. അവൻ ശത്രുവശത്തു നിന്ന് എന്നെ വിടുവിക്കുന്നു, എന്നോട് എതിർക്കുന്നവർക്ക് മീതെ നീ എന്നെ ഉയർത്തുന്നു. ഹല്ലേലൂയ. ഇന്ന് നീ ഫേസ് ചെയ്യുന്ന പ്രശ്നത്തിന്റെ മുകളിൽ നീ കയറും. The same word I can see in Psalms 18. സങ്കീർത്തനം 18:48 ഞാൻ ഇതേ വാക്യം കാണുന്നു, കുറച്ചും കൂടെ വിശുദ്ധമായി കാണുന്നു. അവൻ ശത്രുവശത്ത് നിന്ന് എന്നെ വിടുവിക്കുന്നു, എന്നോട് എതിർക്കുന്നവർക്ക് മീതെ നീ എന്നെ ഉയർത്തുന്നു, സാഹസക്കാരന്റെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കുന്നു. 49 വാക്യത്തിൽ, അതുകൊണ്ട് യഹോവേ, ഞാൻ നിനക്ക് ജാതികളുടെ മധ്യേ സ്തോത്രം ചെയ്യും, നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. You are going to overcome some situations. I'm feeling in my spirit. നിങ്ങൾ ചിലതിനെ ജയിക്കാൻ പോവാണ്. നിങ്ങൾ ചിലതിനെ മറികടക്കാൻ പോവാണ്. നിന്നെ ഒതുക്കുന്ന പ്രശ്നങ്ങൾക്ക് മീതെ, above my problems. I felt it in my spirit, that word. That's why I tell you. Amen. എന്താ അതിനെ ചെയ്യേണ്ടേ? സിറ്റ്. എന്താ അതിനെ ചെയ്യേണ്ടേ? 1 Peter chapter 5 verse 6. Chapter 5 verse 6. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത്, 1 പത്രോസ് 5:6, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്താൻ ദൈവത്തിന്റെ ബലമുള്ള കയ്യിൽ താണിരിപ്പി. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ എല്ലാ ആങ്സൈറ്റി, നിങ്ങളുടെ എല്ലാ ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളു. നോ വറീസ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞിട്ടെ, റിലാക്സ് in his presence. No wavering, no tension, no worries. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ കർത്താവിന്റെ കയ്യിലോട്ട് എന്നെ ഞാൻ കൊടുക്കുക.
ഞാൻ ആ കൈക്കീഴിൽ താണിരിക്കുക. ആ സമയം വരുന്നു, ഈ സമയം കടന്നു പോകുന്നു. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. You know that song? Little will you come? ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഞാൻ എൻ്റെ കർത്താവിനെ കാണുകയാണ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല. ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണി, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തിനരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു മുറിവുണ്ടായെന്നിരിക്കട്ടെ. ഇന്നിപ്പം ഉണങ്ങണം എന്ന് വാശി പിടിക്കരുത്. മറ്റേ ആ സഹോദരിയുടെ കേസ് പോലെ ചിലപ്പോൾ കർത്താവിന് പെട്ടെന്ന് ഉണക്കാൻ പറ്റും, പക്ഷേ വാശി പിടിക്കരുത്. സമയം ആ മുറിവിനെ ഉണക്കും. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരുടെയോ ഉള്ളത്തിൽ ഒരു വളരെ വേദനിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ അവരെ നോക്കി അവരോട് തലയിൽ കവിച്ച് പറയണം, മോനെ, നീ കർത്താവിന് ഒരു ഇച്ചിര സമയം കൊടുക്ക്. ഇത് മുഴുവൻ മാറാൻ പോവാ. അവന്റെ സമയത്തിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. അവന്റെ കൈക്കീഴിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. Thank you, Holy Spirit. The situation is going to change. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ദൈവം ഉയർത്തും. ജോസഫേ, നിന്റെ ജീവിതം അതല്ലേ ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളുടെ എല്ലാ ചിന്താകുലവും, എൻ്റെ അകത്തെ എല്ലാ ആങ്സൈറ്റി, എൻ്റെ അകത്തെ എല്ലാ ആകുലതയും ഞാൻ യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ഞാൻ ആ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുകയാണ്. അവൻ എന്നെ തക്ക സമയത്ത് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ എൻ്റെ ദൈവം എന്നെ ഉയർത്തിയിരിക്കും. Not my time, his time. His time. Hallelujah. I'm feeling the anointing of Jesus here. I want to prophesy some people here. I'm feeling the anointing of Jesus. Shabba-ba-ba-ba-ba-na. Ridele-mau-zeke-tele-ma-ma-ma-ma. നിങ്ങളുടെ ജീവിതത്തിലെ തിരമാലകൾ ആഞ്ഞടിക്കുകയാണ്. പടകിനെ മറിക്കുമെന്ന് തോന്നുകയാണ്. ശിഷ്യന്മാർ നിലവിളിക്കുകയാണ്. ഇപ്പൊ തീരുമെന്ന് ചിന്തിക്കുകയാണ്. ബൈബിൾ പറയുന്നു, അവൻ അമരത്തെഴുന്നേറ്റു. അതെ, അവൻ എഴുന്നേൽക്കാൻ അവനൊരു ടൈമുണ്ട്. അത് നീ സെറ്റ് ചെയ്ത ടൈമല്ല, അത് അവൻ സെറ്റ് ചെയ്ത ടൈമാണ്. അവൻ എഴുന്നേറ്റു. അവൻ കാറ്റിനെ ശാസിച്ചു. കടൽ ശാന്തമായി. ഒന്ന് ചിന്തിച്ചേ, ഒന്ന് ഇരുന്ന് ചിന്തിച്ചേ. ഇങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ പിറുപിറുത്ത, ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുന്നുണ്ട്? ആർ യു ലിസണിങ് മീ? ഞാൻ പിറുപിറുത്ത നടക്കത്തില്ലെന്ന് ഞാൻ ചിന്തിച്ച
ദൈവത്തെയും പ്രവാചകനെയും പോലും സംശയിച്ച എത്രയോ കേസുകൾ കറക്റ്റ് ടൈമായപ്പോൾ ദൈവം നടത്തി. അവന്റെ കൈക്കീഴിൽ താണിരിക്കുകയും. ഞാൻ ജോസഫിനെ കുറിച്ച് കാണുന്നത് അതാണ്, യേശുവിൽ കാണുന്നത് അതാണ്. ഫിലിപ്പിയർ 2:9. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിലും മേലായ നാമം നൽകി. എന്റെ ചോദ്യം, പുത്രനാണെങ്കിൽ പോലും ആ ഉയർച്ചയ്ക്ക് മുമ്പ് ഒരു തകർച്ചയില്ലായിരുന്നോ? പറഞ്ഞേ, ഉറപ്പായിട്ടുണ്ടായിരുന്നു. ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിലും മേലായ നാമം അവന് നൽകി. എങ്കിലും പുത്രൻ കടന്നുപോയ സഹനങ്ങൾ, പീഡകൾ, വേദനകൾ, വെല്ലുവിളികൾ ചെറുതായിരുന്നോ? ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ഒരു പെയിനിലൂടെ, ഒരു വേദനയിലൂടെ, ഒരു റിജക്ഷനിലൂടെ എന്നെ മാത്രം ആരും സ്നേഹിക്കുന്നില്ല, എന്നെ മാത്രം ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, എന്നോട് മാത്രം എല്ലാവർക്കും പിണക്ക, എന്നോട് മാത്രം എല്ലാവർക്കും അസൂയ, എന്നോട് മാത്രം ആരും സഹകരിക്കുന്നില്ല, ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്നെ മാത്രമാണ് ദൈവം പണിതുയർത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം അവന് കാണിക്കുവാൻ അവൻ 12 അപ്പോസ്തലന്മാരെയും കൊണ്ട് പോകുന്നില്ല. 12 എണ്ണത്തിനകത്ത് നിന്ന് ഒരു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ടാണ് ഒരു ഉയർന്ന മലയിലേക്ക് അവൻ കയറി പോകുന്നത്. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നില്ല ഉയർന്ന മല കയറാൻ. ജീവിതത്തിൽ ഇന്ന് വരെ കയറാത്ത ഉയർന്ന മല ചവിട്ടുന്ന വേദനയുടെ, പ്രതിസന്ധിയുടെ അനുഭവങ്ങളിൽ ആരെങ്കിലും പോകുന്നെങ്കിൽ, താഴെ നിൽക്കുന്ന 9 അപ്പോസ്തലന്മാരെയും കാണിച്ചിട്ടില്ലാത്ത ഒരു വലിയ മഹത്വം, മോശയും ഏലിയാവും യേശുവും നിൽക്കുന്ന മഹത്വകരമേറിയ ഒരു കാഴ്ചയുടെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ മാത്രം നയിക്കുകയാണ്. യോഹന്നാനെ, ഡൊമീഷ്യൻ ചക്രവർത്തി നിന്നെ തിളച്ച എണ്ണയ്ക്കകത്ത് വലിച്ചെറിഞ്ഞു. ചക്രവർത്തി തിളച്ച എണ്ണയ്ക്കകത്ത് ഡൊമീഷ്യൻ വലിച്ചെറിഞ്ഞിട്ട് നീ മരണപ്പെട്ടു എന്ന് കരുതി ശവങ്ങൾ കൊണ്ട് വലിച്ചെറിയുന്ന പത്മോസിന്റെ ദ്വീപിലേക്ക് നിന്നെ വലിച്ചെറിഞ്ഞിട്ടും നീ മരിക്കാഞ്ഞത് എന്താ? ആ പത്മോസിന്റെ ദ്വീപിലും ഈ എണ്ണയ്ക്കകത്ത് കടന്ന് വെന്തവൻ ആത്മതലങ്ങളിലേക്ക് കയറി കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശതയിലാകുകയാണ്. പത്രോസിനും യാക്കോബിനും മറ്റ് യാതൊരു ശിഷ്യന്മാർക്കും വെളിപ്പെടുത്താത്ത, നഥനയേലിനും ലൂക്കോസിനും വേറെ ആർക്കും കൊടുക്കാത്ത വെളിപ്പാടുകളുടെ കലവറ യോഹന്നാന്റെ മുമ്പിൽ സ്വർഗം മറനീക്കി വെളിപ്പെടുത്തുകയാണ്. കാരണം അവരാരും കടന്നു പോകാത്ത ഒരു പെയിനിലൂടെ അവൻ പോകുകയാണ്. എനിക്കറിയാം, ഞാൻ പ്രസംഗിക്കുകയല്ല, എൻ്റെ പ്രസംഗം, എൻ്റെ മെസ്സേജ് ഈ നിലയിൽ പോകേണ്ടതല്ല. ഇതെവിടോ ഡൈവേർട്ട് ആയിട്ടുണ്ട്. ഇത് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ഇങ്ങനെ ഇടപെടുകയാണ്. നീ അനുഭവിക്കുന്ന മുഴുവൻ ചലഞ്ചുകളെയും അടുത്ത കാലഘട്ടങ്ങൾ, അടുത്ത തലമുറകൾ വായിച്ചറിയുന്ന അത്ഭുതങ്ങളാക്കി, ചരിത്രങ്ങളാക്കി, വെളിപ്പാടുകളാക്കി പരിശുദ്ധാത്മാവ് തീർക്കും. Never give up. ജോസഫിനെ നോക്കി. ജോസഫിന്റെ അപ്പനായ യാക്കോബ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ യാക്കോബ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ജെനസിസ് 49 22, 23, 24. ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, അവൻ നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം. അവന്റെ കൊമ്പുകൾ മതിലിന്റെ മേൽ പടരുന്നു. ബ്രാഞ്ചസ്
run over the wall. എത്രയോ മതിലുകൾ അവനെതിരെ കെട്ടി. മതിൽ എന്ന് പറഞ്ഞ എന്താ? ലിമിറ്റേഷൻ, ബൗണ്ടറി. ഇതിനപ്പുറമില്ല, ഇവിടെ കൊണ്ട് തീരുകയാണ്. ഇതിനപ്പുറമില്ല, ഇതിനപ്പുറമില്ല, ഇതിനപ്പുറത്ത് പോകാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല, ഇതിനപ്പുറത്ത് കയറാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് എത്രയോ മതിലുകൾ ജോസഫിന്റെ മേലുണ്ടായിരുന്നു. അസൂയ പിടിച്ച അവന്റെ സഹോദരങ്ങൾ അവനൊരു മതിലായിരുന്നു. പൊത്തീഫറിന്റെ ഭാര്യ അവനൊരു മതിലായിരുന്നു. കാരാഗ്രഹം അവനൊരു മതിലായിരുന്നു. അടിമച്ചന്ത അവനൊരു മതിലായിരുന്നു. അവൻ അനുഭവിച്ച പ്രതികൂലങ്ങൾ മുഴുവൻ അവനൊരു മതിലായിരുന്നു. എൻ്റെ ചോദ്യം, ഈ മതിലുകൾക്കൊന്നും ജോസഫിനെ ഒതുക്കാൻ പറ്റിയില്ല. കാരണം അവൻ്റെ അകത്തൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അതിലെല്ലാം അപ്പുറമായി അവനെ സ്വപ്നം കാണിച്ച ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവദാസനെ, എന്നെ കാണുന്ന ദൈവദാസനെ, എന്നെ കാണുന്ന അഭിഷിക്തനെ, എന്നെ കാണുന്ന എൻ്റെ കൂടെപ്പിറപ്പേ, എൻ്റെ വിശ്വാസം ഞാൻ കണ്ട സ്വപ്നത്തിലല്ല, എൻ്റെ വിശ്വാസം ഞാൻ കേട്ട പ്രവചനത്തിലല്ല, എൻ്റെ വിശ്വാസം എന്നെ സ്വപ്നം കാണിച്ച ദൈവത്തിലാണ്. എൻ്റെ വിശ്വാസം എന്നോടത് പറഞ്ഞ ദൈവത്തിലാണ്. പ്രവചിച്ചവൻ നിൽക്കാം, പ്രവചിച്ചവൻ വീഴാം, പക്ഷെ ആ വാക്ക് അവനിലൂടെ പറഞ്ഞ ദൈവം, അവൻ വാക്കു മാറാത്തവനാണ്, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. I completely believe in him. അവൻ മതിലിന്റെ മേൽ പടർന്നു. In his time, ഞാൻ സമയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഉൽപ്പത്തി 41:49 വരുമ്പോൾ, 41-49 വരുമ്പോൾ, മിസ്രൈമിൽ സുഭിക്ഷിത ഉണ്ടായ കാലത്ത് ജോസഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും ധാന്യം ശേഖരിച്ചു വെച്ചു. അളപ്പാൻ കഴിയാകിയാൽ അളവ് നിർത്തിവെച്ചു. For it was without number. Look at that. For it was without number. ജോസഫിന്റെ പ്രതിസന്ധികൾ അവൻ 5 വിരളിൽ എണ്ണി തീർക്കാവുന്നതായിരുന്നു. സഹോദരങ്ങൾ, പൊട്ടക്കിണർ, മിസ്രൈമെ അടിമച്ചന്ത, പൊത്തീഫറിന്റെ ഭാര്യ, കാരാഗ്രഹം, ഈ 5 വിഷയമേ അവൻ നേരിട്ടിട്ടുള്ളൂ. പക്ഷെ അവന്റെ സമയം വന്നപ്പോൾ, അവന്റെ ബ്ലെസ്സിങ്ങിന്റെ സമയം വന്നപ്പോൾ അവനത് എണ്ണാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് നിങ്ങളെ നോക്കി പറയുന്നു, now listen, wait and listen to me. Now you can count your problems, but the day is coming. The day is coming. You can't count your blessings. The day is coming. ജോസഫിന്റെ ദൈവത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നു? വലിയ ഉന്നതമായ നിലയിലിരുന്ന സഹോദരങ്ങൾ, അപ്പൻ കുടുംബമെല്ലാം ക്ഷാമത്തിലായി, പട്ടിണിയിലായി. അന്ന് ചേട്ടന്മാരായിരുന്നു വലിയ പുള്ളികൾ. ജോസഫിനെ ഒരു പരിഹാസ വിഷയമായി, സ്വപ്നക്കാരാ, പ്രാർത്ഥനക്കാരാ, എങ്ങോട്ട് പോവാ? സ്തോത്രക്കാരി, എങ്ങോട്ട് പോവാ? തുള്ളാൻ പോവാണോ? കൈയടിക്കാൻ പോവാണോ? പാടാൻ പോവാണോ? എവിടെ ബഹളം ഉണ്ടാക്കാൻ പോവാണോ? അന്ന് ജോസഫ് സഹോദരങ്ങൾക്കൊരു പരിഹാസ വിഷയമായി. എന്നാൽ ജോസഫിന്റെ സമയം വന്നു. അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്തു. ഇസ്രായേലിൽ ക്ഷാമമുണ്ടായപ്പോൾ ജോസഫിന്റെ സഹോദരങ്ങൾ, ജോസഫാണ് ഈജിപ്തിന്റെ പ്രൈം മിനിസ്റ്റർ, ഗവർണർ എന്ന് അവർക്കറിയില്ല. സഹോദരങ്ങൾ ഈജിപ്തിലേക്ക് വരികയാണ്. വന്നിട്ട് ജോസഫ് ഭരിക്കുന്ന രാജ്യത്തിൽ അവർ പരിഹസിച്ച അവരുടെ സഹോദരനാണ് പരമോന്നത പദവിയിൽ ഇരിക്കുന്നതെന്ന് അവർക്കറിയില്ല. അവർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് കുറച്ച് ഗോതമ്പ് തരുവോ?
ഈ സഹോദരങ്ങളിൽ അവന്റെ അനിയനായ ബെന്യാമീനെ ജോസഫ് കണ്ടപ്പോൾ, ബെന്യാമീനെ ജോസഫ് സ്നേഹിച്ചിരുന്നത് കൊണ്ട് ജോസഫ് ഓടിപ്പോയി ചുവരിലേക്ക് ചാരി തലമുട്ടിച്ച് പൊട്ടിക്കരഞ്ഞു. ഒരിക്കൽ എന്നെ നിന്ദിച്ച എന്റെ സഹോദരങ്ങൾ, എന്നെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞവർ ഇന്ന് എൻ്റെ അടുത്ത് ധാന്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. അതെ, അവൻ ഒരുത്തനെ ഉയർത്തുകയും മറ്റൊരുത്തനെ താഴ്ത്തുകയും ചെയ്യും. My God can do it that. Your time has come. Your time has come. Can you please stand on your feet? I'm going to pray for you, my children of God. സമയം മുൻപോട്ട് പോയതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ നടച്ചേ. അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, നിന്റെ കരങ്ങളിൽ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. എന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സമയത്തിനായി എന്നെ നൽകുകയാണ്. Thank you, Holy Spirit. ഞാൻ എന്ത് വെയിറ്റ് ചെയ്യുന്നോ അങ്ങയുടെ സമയത്തിനായി ഞാൻ തരികയാണ്. എൻ്റെ എല്ലാ ഭാരവും, എൻ്റെ എല്ലാ പ്രയാസവും ഞാൻ അങ്ങയുടെ പാദപീഠത്തിലേക്ക് വയ്ക്കുകയാണ്. ഞാൻ ഫ്രീ ആകുക കർത്താവേ, ഞാൻ ഫ്രീ ആകുക കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയം പ്രാർത്ഥിച്ചേ. Let it be known, your word is said in the heaven, it will be done. Father, let it be done. Yours is the kingdom forever, yours will be done. Let it be done. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനേകർ അവർ ജീവിതം യേശുവിനായി കൊടുത്തു. ഞാൻ ഇതുവരെ സ്നാനപ്പെട്ട ഒരാളല്ല, ഞാൻ ഇതുവരെ രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല. സകല നാമത്തിനും മേലായ നാമമുള്ള ഏകരക്ഷകനും ഏക വീണ്ടെടുപ്പുകാരനുമായ നിത്യപിതാവായ വഴിയും സത്യവും ജീവനുമായ എൻ്റെ യേശു കർത്താവിനായി എൻ്റെ ഹൃദയത്തെ, എൻ്റെ ജീവിതത്തെ ഞാൻ തരുന്നു. എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കണം. ഈ യേശുവിനായി എനിക്ക് ജീവിക്കണം. അവരുടെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ജസ്റ്റ് ലിഫ്റ്റ് യുവർ ഹാൻഡ്. മക്കളെ നന്നായി അഭിമാനത്തോടെ ഉയർത്തി. ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. ഐ വാണ്ട് ടു പ്രേ. മക്കളെ എൻ്റെ അടുത്തൊന്ന് വരാമോ? എനിക്ക് നിങ്ങളുടെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം.